നമസ്കാരം. ബിസി ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും കാരണം പ്രത്യേകിച്ചും വർക്കിംഗ് വുമൺ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പ്രീ ഡിപ്രഷൻ അല്ലെങ്കിൽ ഹറീഡ് വുമൺ സിൻഡ്രോം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനെ പറയുന്നത് ന്യൂ ഏജ് കില്ലർ എന്നാണ്. ക്യാൻസർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെടുന്നത് ഈ ഡിപ്രഷൻ ബാധിച്ചിട്ടാണ്. മിക്കവാറും സൂയിസൈഡുകളായിരിക്കാം. സ്ത്രീകളെയാണ് ഈ ഒരു ഹറീഡ് വുമൺ സിൻഡ്രോം ബാധിക്കുന്നത്. കാരണം അവർക്ക് വീട്ടിലെ കാര്യങ്ങള്, ഓഫീസിലെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങള്, ഹസ്ബൻഡിന്റെ കാര്യങ്ങള്, ഹസ്ബൻഡിന്റെ പാരന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. മിക്കവാറും സ്ത്രീകള് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നവരായിരിക്കും. നമ്മൾ പറയും മൾട്ടി ടാസ്കിങ് വളരെ നല്ലതാണ്, കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യാന്നൊക്കെ. പക്ഷെ അത് ചെയ്യുന്ന ആളുകൾക്ക് കുറെ നാളുകൾ കഴിയുമ്പോൾ അവരുടെ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടാവും ബ്രെയിനില്. സെറാട്ടോണിൻ, ഡോപ്പമിൻ എന്നീ സിസ്റ്റത്തിന് കേടുകൾ സംഭവിക്കുന്നു. അങ്ങനെ കുറെ കാലത്തോളം ഇങ്ങനെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ഒരു പ്രീ ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകുന്നത്. 25 മുതൽ 55 വയസ്സ് വരെയുള്ള സ്ത്രീകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. മിക്കവാറും 2 അതിലധികമോ കുട്ടികളുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ഹറീഡ് വുമൺ സിൻഡ്രോത്തിന്റെ സിംറ്റംസ് എന്ന് നോക്കാം. ചിലർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം, ഉത്സാഹക്കുറവുണ്ടാവാം, ഉറക്കമില്ലായ്മ ഉണ്ടാവാം. ചിലർക്ക് വെയിറ്റ് വളരെ കൂടാം, ചിലർക്ക് വെയിറ്റ് വളരെ കുറയുന്ന അവസ്ഥ ഉണ്ടാവാം. ലോ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാവാം. ലോ സെക്ഷൽ ഡ്രൈവ്സ് ഓർ സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം. വിട്ടുമാറാത്ത ഒരു തലവേദന ഉണ്ടാവാം. അങ്ങനെ ഒരു കാര്യവും ചെയ്യാൻ ഒരു എനർജി ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള പ്രീ ഡിപ്രഷൻ സ്റ്റേറ്റിലുള്ള ആളിന് ഉണ്ടാകുന്നത്. സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. കൊല്ലം തോറും 30 മില്യൺ സ്ത്രീകൾക്കാണ് ഈ ഒരു പ്രോബ്ലം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലം ആണ്, പ്രീ ഡിപ്രഷൻ സ്റ്റേറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കണ്ട് ഇത് ഉറപ്പുവരുത്തി ഇതിനുള്ള ചികിത്സകൾ, ട്രീറ്റ്മെന്റ് ചെയ്യണം. അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവാം, അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കണ്ട് സൈക്കോ തെറാപ്പികൾ സ്വീകരിക്കാം. ഇതൊരു മാനസിക രോഗമൊന്നുമല്ല. കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കൃത്യമായിട്ട് കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കും. ഇനി നമ്മൾ പറയുന്നത് ഈ ഹറീഡ് വുമൺ സിൻഡ്രോം ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഈ സ്ത്രീകളുടെ മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ അവർക്ക് വീടും ഓഫീസും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം സ്ട്രെസ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് റെസ്റ്റ് കിട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അവരുടെ ബിസി ലൈഫ് സ്റ്റൈലിൽ ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡിന്, കുട്ടികൾക്കും അവരെ ഹെൽപ്പ് ചെയ്യാം. അവരുടെ ജോലിയുടെ ഭാരം നിങ്ങൾ കുറച്ചു കൊണ്ടുവരണം. നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു പ്രോബ്ലം കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവപ്പെടും. പിന്നെ നമ്മൾ പ്ലാനിങ് ചെയ്യണം. ടൈം മാനേജ്മെന്റ്, കുറെ അധികം ജോലികൾ ചെയ്യാനല്ല, പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മളുടെ ജോലികൾ ചെയ്യാനെന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടേതായ സമയം നമ്മൾ ഉണ്ടാക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി കുറെ അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മുടെ റിലാക്സേഷൻ, നമ്മുടെ സന്തോഷം എന്നിവയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവാക്കണം. യോഗ, മെഡിറ്റേഷൻ, എക്സസൈസുകളൊക്കെ ചെയ്യാൻ നമ്മൾ സ്ത്രീകൾ കുറച്ച് സമയം കരുതി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ.